നിങ്ങൾക്ക് റെസ്പെക്ട് കിട്ടുന്നില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്രയും ഒരു വില നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് നിന്ന് കിട്ടുന്നില്ലേ എന്നാൽ അതിനൊരു കാരണം. നമ്മളൊരു ഗ്രൂപ്പിന്റെ ഉള്ളിലായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോഴോ അവർ നമ്മുടെ ഒപ്പീനിയൻസിനൊന്നും വില തരുന്നില്ല, അവർ ജസ്റ്റ് ഇഗ്നോർ ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് സംസാരിച്ചാലും അത് അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. അങ്ങനെ നമുക്കൊരു റെസ്പെക്ട് കിട്ടാത്തൊരു ഫീലിംഗ് ഉണ്ടോ? എന്നാൽ എന്താണ് അത് കിട്ടാത്തതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളെ അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മറ്റുള്ളവരെ അനുവദിക്കുന്നത് കൊണ്ടാണ് അവർ നിങ്ങൾ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ല അല്ലേ? നിങ്ങൾക്ക് റെസ്പെക്ട് കിട്ടണോ എന്നാൽ അതിനുള്ള വഴി ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമ്പർ 1, സ്റ്റോപ്പ് അപ്പോളജൈസിംഗ് ഫോർ എവറിത്തിങ്. നിങ്ങൾ ആവശ്യമില്ലാണ്ട് എല്ലാ കാര്യത്തിനും ക്ഷമ ചോദിക്കുന്ന പരിപാടി നിർത്തുക. നിങ്ങൾ ചിന്തിക്കും നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മറ്റു ഗ്രൂപ്പിൽ ഫിക്സ് ആവുന്നു. ഒരിക്കലുമില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും അവരുടെ തീരുമാനമോ അവരുടെ കാര്യങ്ങളോ ഒന്നും മാറ്റാൻ പോകുന്നില്ല. പോയിന്റ് നമ്പർ 2, സ്റ്റോപ്പ് എക്സ്പ്ലെയിനിങ് യുവർ സെൽഫ് ടു ദ പീപ്പിൾ ഹു ഡോണ്ട് ഡിസേർവ് ആൻ എക്സ്പ്ലനേഷൻ. എന്താണല്ലേ, എല്ലാ കാര്യത്തിനും നമ്മൾ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത്, ഞാൻ അതാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. ചിലർ നിങ്ങളോട് അതിന്റെ കാരണം അറിയാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങളോട് ചോദിക്കുന്നത്. വെറുതെ നിങ്ങളുമായിട്ട് ഒരു ആർഗ്യുമെന്റിനോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു കൊച്ചാക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും അവർ ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ ജസ്റ്റ് അവർ അങ്ങനെ ചോദിക്കുന്നവരെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ജസ്റ്റ് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിർത്തുക. പോയിന്റ് നമ്പർ 3, സ്റ്റാർട്ട് സേയിങ് നോ. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് പറ്റാത്ത ഒരു കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും നോ പറയാൻ പഠിക്കണം. അല്ലാണ്ട് മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിനെ കളഞ്ഞിട്ട് ഞാൻ വരാം ഞാൻ ചെയ്യാം എന്ന് പറയരുത്. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ആദ്യം റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ടൈമിനെ, നിങ്ങളുടെ വോയിസിനെ, നിങ്ങളുടെ വെർത്തിനെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതിലൂടെ നിങ്ങൾക്ക് മറ്റുള്ള റെസ്പെക്ട് ഗെയിൻ ചെയ്യാൻ പറ്റും. കാരണം റെസ്പെക്ട് isn't demanded, it's earned. If you don't respect yourself, don't expect anyone else to do, because the choice is yours.